സഹോദരങ്ങളെ, ഇന്നേ ദിവസം വിശുദ്ധ ദേവസഹായം പിള്ളയെ നമുക്ക് ഓർമ്മിക്കാം. ഭാരതത്തിൽ നിന്നുള്ള ആദ്യ അൽമായ വിശുദ്ധനാണ് അദ്ദേഹം. 1712 ഏപ്രിൽ 23 കന്യാകുമാരി ജില്ലയിലെ നട്ടാലത്ത് ജനിച്ചു. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയുടെ കൊട്ടാരത്തിൽ കാര്യദർശിയായിരുന്നു അദ്ദേഹം. കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. തുടർന്ന് തിരുവിതാംകൂർ സൈന്യത്തിന്റെ നവീകരണ ചുമതല മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഡച്ച് സൈന്യാധിപൻ ഡിലനോയിയെ ഏൽപ്പിച്ചു. ഡിലനോയിയുടെ സഹായിയായി മഹാരാജാവ് പിള്ളയെ നിയമിച്ചു. അദ്ദേഹത്തിൽ നിന്നാണ് പിള്ള യേശുവിനെ കുറിച്ച് അറിയുന്നത്. തുടർന്ന് തെക്കൻ തിരുവിതാംകൂറിലെ നേമം എന്ന സ്ഥലത്ത് മിഷനറി ആയിരുന്ന ഗുട്ടാരി എന്ന ഈശോസഭ വൈദികനിൽ നിന്നും 1745 മെയ് 17 ജ്ഞാനസ്നാനം സ്വീകരിച്ചു. സവർണർ മതം മാറുന്നത് നിയമവിരുദ്ധമായിരുന്ന പഴയ തിരുവിതാംകൂറിൽ ദേവസഹായം പിള്ളയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി രാജാവിന്റെ മുൻപിൽ ഹാജരാക്കി. അതിനെ തുടർന്ന് കൊടിയ പീഡകൾ സഹിക്കേണ്ടി വരികയും 4 വർഷം ജയിൽവാസം അനുഭവിക്കേണ്ടി വരികയും ചെയ്തു. പിന്നീട് 1752 ജനുവരി 14 39-ാമത്തെ വയസ്സിൽ രാജകൽപ്പന പ്രകാരം വെടിയേറ്റ് കൊല്ലപ്പെട്ടു. 2022 ജൂൺ 15 അദ്ദേഹത്തെ വത്തിക്കാൻ ഔദ്യോഗികമായി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. നമുക്ക് ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് രക്തസാക്ഷിത്വം വരിച്ച ദേവസഹായം പിള്ളെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തിയ അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ആപത്കരമായ സാഹചര്യങ്ങളുടെ നടുവിൽ പോലും പതറാതെ സ്ഥാനമാനങ്ങളും ലൗകിക സുഖങ്ങളും പരിത്യജിക്കുകയും സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കുകയും ചെയ്തുകൊണ്ട് സധൈര്യം ദൈവരാജ്യം പ്രസംഗിക്കുകയും ചെയ്ത വിശുദ്ധന്റെ മാതൃക അനുകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധനെ പോലെ സത്യവെളിച്ചം പകർന്നു നൽകുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ വിശുദ്ധന്റെ മധ്യസ്ഥതയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടരുളണമേ. ആമേൻ.